ഞാൻ ജയമതി. ഇന്നലെ 2026 ജൂലൈ 28 ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്, അല്ലെങ്കിൽ വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ഡേ. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദിമകാലത്ത് മനുഷ്യന് പ്രകൃതിയെ വളരെ ഭയമായിരുന്നു. കാരണം തന്നെക്കാൾ വലിയ ശക്തിയുള്ള ഒരു പ്രതിഭാസമാണ് പ്രകൃതി എന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ പ്രകൃതിയെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി പ്രകൃതി എന്നെ രക്ഷിക്കുന്നതാണ്, ശിക്ഷിക്കുന്നതല്ല എന്നവൻ മനസ്സിലാക്കിയിട്ട് അവൻ പ്രകൃതിയുമായി ക്രമേണ അവൻ ഇണങ്ങിച്ചേരാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ പ്രകൃതി ശക്തികളായ കാറ്റിനെയും കടലിനെയും അഗ്നിയെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി മാറിയെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 2026 പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നാം മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രമേയം പുനഃസ്ഥാപനം, പ്രതിരോധം, ഉത്തരവാദിത്വം. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നാം പുനഃസ്ഥാപിക്കേണ്ടത്, എന്താണ് നാം പ്രതിരോധിക്കേണ്ടത്, എന്താണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമുക്കറിയാം, പ്രകൃതി വളരെയധികം കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന് പ്രധാനമായ കാരണങ്ങളാണ്: ഒന്നാമത്തേത് വനനശീകരണവും, രണ്ടാമത്തേത് ജലമലിനീകരണം അല്ലെങ്കിൽ പരിസര മലിനീകരണം എന്നൊക്കെയുള്ളത്. വനനശീകരണം മനുഷ്യൻ്റെ തൽക്കാല ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ മരങ്ങളെ മുറിക്കുകയും വനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഫലമായി നമുക്ക് മണ്ണൊലിപ്പുണ്ടാകുന്നു, ക്രമേണ അത് വെള്ളപ്പൊക്കമാകുന്നു. അത് കഴിഞ്ഞാൽ അത് വളരെയധികം ഭയാനകമായ പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലാശയങ്ങൾ മലിനമാക്കുന്നതിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നത് ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്ന വിഷവാതകങ്ങളും വിഷദ്രാവകങ്ങളുമാണ്. ഇത് ജലാശയങ്ങളിലേക്ക് കടത്തിവിടുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ഇത് താരതമ്യേന അല്ലെങ്കിൽ വലിയ ഗണ്യമായ രീതിയിൽ ഇത് നശിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ജലാശയങ്ങളിലേക്ക് കടത്തിവിടുന്ന മാലിന്യങ്ങൾ പലപ്പോഴും പല മാരകമായ രോഗങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാം പുറത്തു കളയുന്ന ഈ മലിന വസ്തുക്കൾ അല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഈ മാലിന്യങ്ങളെല്ലാം തന്നെ സംസ്കരിച്ച് അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സർക്കാരും ജനങ്ങളും വരുന്ന തലമുറയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ നാം ചിന്തിക്കേണ്ടത്, ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് നല്ല ആഹാരം കഴിക്കണം, നല്ല വായു ശ്വസിക്കണം, നല്ല വെള്ളം കുടിക്കണം. ഇതെല്ലാം ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു ഇതുപോലെ തന്നെ അർഹതപ്പെട്ടതാണ് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും. എല്ലാ ജീവജാലങ്ങളെന്ന് പറയുമ്പോൾ ചെടികളുണ്ട്, മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, പുഴുക്കളുണ്ട്, കീടാണുക്കളുണ്ട്, കിളികളുണ്ട്. ഇങ്ങനെ എണ്ണമറ്റ ജീവജാലങ്ങൾ നിറഞ്ഞതാണ് നാം ജീവിക്കുന്ന ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർക്കെല്ലാവർക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു ഇടമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മരങ്ങളെല്ലാം നമ്മൾ വച്ചുപിടിപ്പിക്കണം. ചെടികൾ പിന്നെയും 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 വരുന്ന തലമുറയ്ക്ക് വലിയ ഒരു സമ്പത്തായി മാറേണ്ട ഈ മരങ്ങളെ നാം വെട്ടി നശിപ്പിക്കാതെ കഴിയുന്നത്ര പ്രകൃതിയിലേക്ക് ഇണങ്ങിച്ചേരുന്ന ഒരു ജീവിതശൈലി നമ്മൾ കൊണ്ടുവരണം. ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ നാം കഴിക്കണം. ഈ കെമിക്കൽ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുന്നതിനേക്കാൾ കൂടുതൽ നാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജൈവ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കണം. ഇനി എന്താണ് നാം പ്രതിരോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയെ തകർത്ത് കളയുന്ന എല്ലാ പ്രവർത്തനങ്ങൾ, അത് മരങ്ങൾ മുറിക്കുന്നതാകട്ടെ, മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുന്നതാകട്ടെ, എന്തു തന്നെയായാലും
ഇപ്പോൾ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒത്തിരി വാഹനങ്ങളുടെ നിരക്ക് കൂടി. അമിതമായ വാഹനങ്ങൾ വരുമ്പോൾ ഇവയുടെ എല്ലാം പുക അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് കൊണ്ട് വളരെയധികം മാരകമായ അസുഖങ്ങളാണ് അല്ലെങ്കിൽ മാരക രോഗങ്ങളാണ് ഇന്ന് മനുഷ്യന് വന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അമിതമായ ചൂട് കാരണം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓസോൺ പാളിയെ തകർക്കുന്നത് കൊണ്ട് വളരെയധികം അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് കൊണ്ട് മനുഷ്യന് ത്വക്കിലും അല്ലാതെയും ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയുന്നത് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? ഈ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ വരും തലമുറയ്ക്ക് നാം ജീവിക്കുന്ന പ്രകൃതിയെ മലിനമാകാതെയും അതിൻ്റെ പവിത്രതയോടുകൂടെയും കൈമാറ്റം ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. അതിന് എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ തടയിട്ടുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന മനുഷ്യനായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന മനുഷ്യനായി അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കുട്ടിക്കാലം മുതലേ നമ്മൾ തുടങ്ങണം. പ്രകൃതിയിൽ മരങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും കിളികളുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വരും തലമുറയ്ക്ക് നല്ല ഒരു പ്രകൃതിയെ നമ്മൾ കൈമാറുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ തറവാട് സ്വത്തിന് നമ്മൾ കൈമാറി ചെയ്യുന്നത് പോലെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു അന്തരീക്ഷവും നല്ല സമാധാനപൂർണമായ ഒരു ജീവിതവും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നമുക്ക് കൈകൊടുക്കാം. സന്തോഷപൂർവമായ പുതിയ ഒരു ജീവിതം തുടങ്ങാൻ പുതിയ തലമുറയ്ക്ക് അവർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ബൈ.